2004 ടി.കെ. ഹംസയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് നിന്ന് താൻ ജയിക്കുമെന്ന് മലപ്പുറം മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി വസീഫ്. ഊടായ്പ പറയുന്നവരെ ജനം പിന്തുണയ്ക്കില്ല. വിജയിച്ചാൽ മലപ്പുറം നഗരത്തിൽ 5 സെന്റ് സ്ഥലം വാങ്ങി വീട് വയ്ക്കുമെന്നും വസീഫ് മീഡിയയോട് പറഞ്ഞു. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ചില വ്യക്തികളെയും ചില വീടുകളും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് കുറെ വോട്ടുകളൊക്കെ പെട്ടിയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനത്തെ ഒരു പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും മലപ്പുറത്ത് ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ നേരത്തെ മറ്റു ചാനലുകളൊക്കെ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിന് മലപ്പുറം ഇടതുപക്ഷം ജയിക്കും. 2004 ഇരട്ടി തന്നെ ഭൂരിപക്ഷമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല മലപ്പുറത്ത്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇവിടെ ആളുകൾ തുടർച്ചയായിട്ടുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ വിജയത്തിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യമുണ്ട്. അവർ വലിയ സ്നേഹവും വലിയ കരുതലുമൊക്കെയാണ് തരുന്നത്. ഇപ്പോൾ ഇന്നലെയും കുട്ടിക്കലാശത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ ഞങ്ങൾ ഇന്നലെ ഓടി. റോഡിന് ഇരുവശത്തും ആളുകൾ വന്ന് വലിയ സ്നേഹത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ആ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ 100% വിജയപ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നതും നിങ്ങൾ ഉന്നയിക്കുന്നതും പല വിഷയങ്ങളും ഇപ്പോൾ ഈ CAA പോലുള്ള ഒക്കെ ഏതാണ്ട് 2 പാർട്ടികൾക്കും തുല്യതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഭരണ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ പോലീസിങ്ങിൽ വന്ന ഇടത് നയമല്ല പോലീസിങ് നടത്തുന്നത്, അങ്ങനെ കുറേ വിമർശനമുണ്ട്. അതൊക്കെ തിരിച്ചടിയാകുമോ? ഇല്ല, നിങ്ങളിപ്പോൾ പൗരത്വം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് പൗരത്വം കേരള വിഷയമല്ല എന്ന് അവരും പറയുന്നുണ്ട്, ദേശീയ വിഷയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ എവിടെ ഉന്നയിക്കേണ്ടിയിരുന്നു? ഇവർ ഡൽഹിയിൽ ഉന്നയിക്കേണ്ടിയിരുന്നു. അവിടെ ഇവർ ഉന്നയിക്കുന്നില്ല. ഇവർക്ക് ഈ മലപ്പുറത്ത് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇവർ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി ഇന്ത്യയുടെ തലസ്ഥാനത്ത് എന്താണ് ഇവർ ഇടപെട്ടത്? ഇവർ പറയട്ടെ. ഒരു ഇടപെടൽ നടത്തുന്നില്ലല്ലോ. ഓരോ വിഷയത്തിൽ നിന്നും ഇവർ ഒളിച്ചോടുകയല്ലേ. പ്രകടന പത്രികയിൽ പോലും CAA എന്ന് എഴുതി വെക്കാൻ ധൈര്യമില്ലാത്തവർ മലപ്പുറത്ത് വന്ന് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഈ ജനം ഇതൊക്കെ കേൾക്കൂലേ? ഇപ്പോൾ നോക്കൂ, 543 ഒരാൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അറിയാലോ ആരാ? BJP സ്ഥാനാർത്ഥിയാണ്. സൂറത്തിലാണ്, ഗുജറാത്തിലാണ്. കോൺഗ്രസ്സുകാരനാണ് നോമിനേഷൻ കൊടുത്തത്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്താ? ആ നോമിനേഷൻ കൊടുത്ത ആൾ BJP ആയി എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഈ പറയുന്ന മുന്നണിയെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് എന്തോ 1-2 കേസുകൾ പർവ്വതീകരിച്ച് ആകെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ മോശമാക്കാനും ഇത് ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നുമല്ല യാഥാർത്ഥ്യം. അത് ഓരോ സംഭവങ്ങൾ ഓരോ സമയത്തുണ്ടാകുമ്പോൾ അതിൽ കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടാറുണ്ട്, അതിന് പരിഹാരം കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതിനൊക്കെ ഓരോരോ സാഹചര്യങ്ങൾ. സ്ഥാനാർത്ഥി വി വസീഫാണ് മീഡിയയോട് സംസാരിച്ചത്.